ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതുപോലെ ഞങ്ങൾ ആലപ്പുഴയാണ്. അപ്പോൾ ആലപ്പുഴ ബീച്ചിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ കുമരകത്തിന് പോകുവാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് ഈ കട കണ്ടപ്പോൾ ഇറങ്ങിയതാണ് കുറച്ച് ഉണക്കച്ചെമ്മീൻ വാങ്ങാനായിട്ട്. അപ്പോൾ ആ റെഡ് കളറിലിരിക്കുന്ന ഉണക്കച്ചെമ്മീൻ ഡ്രയറിലിട്ട് ഉണങ്ങിയതാണ്. അപ്പുറം ഇരിക്കുന്നത് സാധാ വെയിലത്തിട്ട് ഉണങ്ങിയത്. അപ്പോൾ രണ്ടിനും റേറ്റ് വ്യത്യാസമുണ്ട്. ഡ്രയറിലിട്ട് ഉണങ്ങിയതിന് കുറച്ച് റേറ്റ് കൂടുതലും വെയിലത്തിട്ട് ഉണങ്ങിയതിന് കുറച്ച് റേറ്റ് കുറവുമാണ്. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കുറച്ച് വാങ്ങിയിട്ട് വീണ്ടും വണ്ടിയിൽ യാത്ര തുടർന്നു നേരെ കുമരകത്തിൽ. അപ്പോൾ ആദ്യം തന്നെ പറഞ്ഞോട്ടെ, എനിക്ക് ചുമയാണ്, അതുകൊണ്ട് സൗണ്ട് ഇച്ചിരി പോയിരിക്കും കേട്ടോ. അപ്പോൾ അതെല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ഞങ്ങൾ സംസ്ഥാന ജലഗതാഗത വകുപ്പിൻ്റെ കുമരകം ബോട്ട് ചെട്ടിയിൽ എത്തിയിട്ടുണ്ട്. അവിടെ അപ്പോൾ ഒരു ബോട്ട് പോകാനായിട്ട് തുടങ്ങുവാണ്. എന്തായാലും ജസ്റ്റ് ഹൗസ് ബോട്ടിൻ്റെ അടുത്ത് പോയെന്ന് അന്വേഷിക്കാമെന്ന് വിചാരിച്ച് അവിടെ വന്നൊന്ന് അന്വേഷിച്ചു. അവിടെ നല്ല റേറ്റ് ആയിരുന്നു. അതുകൊണ്ട് എന്തായാലും ഞങ്ങൾ സംസ്ഥാന സർക്കാരിൻ്റെ ബോട്ട് സർവീസിൽ പോകാമെന്നോർത്ത് അങ്ങോട്ടേക്ക് പോന്നു കേട്ടോ. അതാണ് എടുക്കാനായിട്ട് തുടങ്ങുമായിരുന്നു. അപ്പോഴത്തെ ഞങ്ങൾ എല്ലാവരും ബോട്ടിലേക്ക് കയറി. നിറയെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് വളരെ റേറ്റ് കുറച്ച് നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. കുമരകത്തുനിന്ന് മുഹമ്മ വരെ 30 രൂപയാണ് പെർ ഹെഡ്. വളരെ റേറ്റ് കുറവാണ്. നമ്മൾ ഹൗസ് ബോട്ട് എടുക്കണമെങ്കിൽ നല്ല റേറ്റ് ആവും. അപ്പോൾ നമുക്ക് സാധാരണക്കാർക്ക് അഫോർഡബിൾ ആയ ഒരു റേറ്റിൽ വേമ്പനാട്ട് കായലിൻ്റെ സൗന്ദര്യം ആസ്വദിച്ച് നമുക്ക് കുമരകത്ത് നിന്ന് മുഹമ്മയിലേക്ക് ട്രാവൽ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ദേ ഇവിടുന്ന് ബോട്ട് എടുക്കാൻ വേണ്ടി തുടങ്ങുവാണ്. ഈ വണ്ടിയിൽ 4 സ്റ്റാഫായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ബോട്ട് എടുക്കുന്നതിൻ്റെ ഭാഗമായി അവർ കയറൊക്കെ അഴിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഉള്ളിൽ നിന്ന് ഡോറൊക്കെ ക്ലോസ് ചെയ്ത് നമ്മൾ ഇവിടുന്ന് യാത്ര തിരിക്കുവാണ്. കുമരകത്ത് നിന്ന് മുഹമ്മ വരെ 45 മിനിറ്റ് നേരമാണ് ട്രാവൽ ചെയ്യാനുള്ളത്. ഭയങ്കര സ്ലോയിലാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് വേമ്പനാട്ട് കായലിൻ്റെ ഭംഗി ശരിക്കും ആസ്വദിച്ച് പോകാൻ പറ്റും. അപ്പോൾ അതേ ഞങ്ങൾ ആദ്യമേ ഇരുന്ന സൈഡിൽ വിൻഡോ സീറ്റിൽ നേരത്തെ ഒരു ചേട്ടൻ ഇരിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനിച്ചിരി ഏന്തി വലിഞ്ഞൊക്കെ നിന്നാണ് വീഡിയോ എടുക്കുന്നത്. കുറച്ച് നേരം കഴിയുമ്പോൾ നമുക്ക് അപ്പുറം സീറ്റ് കിട്ടുന്നുണ്ട്. നന്നായിട്ട് വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നേ. അപ്പോൾ അതേ ബോട്ട് ചെട്ടിയിൽ നിന്ന് പതുക്കെ ബോട്ടൊക്കെ എടുത്ത് നമ്മൾ മുന്നോട്ട് പോകുവാണ്. അപ്പോൾ ഇവിടെ ഒരു മനോഹരമായ ഒരു ഹൗസ് ബോട്ട് ഇവിടെ കണ്ടു. എന്ന് ഭംഗിയാണല്ലോ ഇതൊക്കെ കാണാനായിട്ട്. നമ്മൾ ഹൈ റേഞ്ചിൽ കിടന്നാലും നമുക്കിതൊക്കെ കാണാൻ പറ്റുമോ? ഇല്ലല്ലോ. ഹൈ റേഞ്ചിൻ്റെതായ അടിപൊളി ഒരു ഭംഗിയുണ്ട്. അതുപോലെ ആലപ്പുഴയ്ക്കും വേറൊരു ഭംഗിയുണ്ട്. ഇത് കണ്ടോ, നിറയെ ഹൗസ് ബോട്ടുകളാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ എപ്പോഴും ഇതൊന്നും കാണുന്നില്ലല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നമുക്ക് ശരിക്കും അത് ആസ്വദിക്കണം. ഈ ഒരു കുരിശുപള്ളി കണ്ടു. ഇത് ഏത് പള്ളിയാണെന്നൊന്നും എനിക്കറിയത്തില്ല. അത് കാണാനും നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പതുക്കെ യാത്ര തുടർന്നു. ചെറുതായി മഴക്കാറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ മഴ പെയ്യല്ലേ എന്ന് ഓർത്തായിരുന്നു. മഴ പെയ്താലും ചിലപ്പോൾ നമുക്ക് ആ വേമ്പനാട്ട് കായലിൻ്റെ ആ സൗന്ദര്യം അത്ര ആസ്വദിക്കാൻ പറ്റിയില്ലെങ്കിലോ എന്നോർത്ത് മഴ പെയ്യല്ലേ എന്ന് തന്നെ ഓർത്തു. അതുപോലെ തന്നെ മഴയൊന്നും പെയ്തില്ല. അപ്പോൾ അത് ജോസ്കോയും ഷിൻഡോയും അജിഷേനും ഡ്രൈവർ ചേട്ടനൊക്കെ അവിടെ നിൽക്കുമായിരുന്നു. എല്ലാവർക്കും സീറ്റ് കിട്ടിയില്ല. അപ്പോൾ കുറച്ച് പേരൊക്കെ നിൽക്കുമായിരുന്നേ. എന്തായാലും നമുക്ക് നിന്നുകൊണ്ടും നല്ല ഭംഗിയായിട്ട് കാഴ്ചകളൊക്കെ ആസ്വദിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ഇതെനിക്ക് ജോസ്കോ എടുത്തു തന്ന വീഡിയോയാണ്. ഞങ്ങളവിടെ ഇരുന്നത് കൊണ്ട്, ഞാൻ വിൻഡോ സീറ്റിലല്ലാതെ കൊണ്ടും എനിക്ക് കുറച്ച് വീഡിയോ എടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ജോസ്കോ ഫോൺ വാങ്ങിയിട്ട് പോയിട്ട് എനിക്ക് കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു തന്നു. ഇനിയിപ്പം ഇടയ്ക്ക് വെച്ച് ഞങ്ങൾ മാറിയിരിക്കുന്നുണ്ട്. നന്നായിട്ട് വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ കായലും ഭാരതത്തിലെ ഏറ്റവും നീളം കൂടിയ തടാകവുമാണ് നമ്മൾ ഈ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന വേമ്പനാട്ട് കായൽ. ആലപ്പുഴ, എറണാകുളം, കോട്ടയം ജില്ലകളിലായിട്ട് പരന്നു കിടക്കുന്ന ഒരു കായലും കൂടിയാണ് ഇത്. ഇതൊക്കെ എല്ലാവർക്കും അറിയാം. നമ്മൾ സ്കൂൾ കാലം തൊട്ടേ പഠിക്കുന്നതാണല്ലോ അല്ലേ. അച്ചൻകോവിലാറും മണിമലയാറും മീനച്ചിലാറ്, മൂവാറ്റുപുഴയാറ്, പമ്പ നദി, പെരിയാറ് തുടങ്ങിയ നദികളൊക്കെ ഈ കായലിലേക്കാണ് യാത്ര ചെയ്യാനായിട്ട് ഒത്തിരി ഇഷ്ടമാണ്. എന്നാലും ആലപ്പുഴയ്ക്ക് അങ്ങനെ ഞാനും ചേട്ടനും ഒത്തിരി യാത്ര ചെയ്തിട്ടില്ല കേട്ടോ. അതും ബോട്ട് സർവീസ് ഇതേവരെ ചെയ്തിട്ടില്ല. എന്തായാലും നമ്മൾ ഒന്നിച്ചിങ്ങനെ ഒരു ട്രിപ്പ് വന്നതുകൊണ്ട് അങ്ങനെ ഒരു ഭാഗ്യം കൂടി ഉണ്ടായി. കുമരകത്ത് നിന്ന് നമ്മൾ ബോട്ടിങ്ങിൽ കയറിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് ചെറുതായി വിശക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ഇനി മുഹമ്മയിൽ ചെന്നിട്ട് കഴിക്കാമെന്നൊക്കെ ഓർത്താണ് പോകുന്നത്. അവിടെ എത്തുമ്പോഴേക്കും ചിലപ്പോൾ കുറച്ചും കൂടെ വിശപ്പ് എല്ലാവർക്കും കൂടും. അപ്പോൾ നല്ല ശാന്തമായിട്ട് ഒഴുകിക്കൊണ്ടിരുന്ന ഒരു കായലായിരുന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും ചെറുതായിട്ട് നല്ല തിരയടിക്കുന്നത് പോലെ നമ്മുടെ സൈഡിലേക്ക് വന്നു കേട്ടോ. അതെന്താണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ആദ്യമായിട്ട് ബോട്ടിങ്ങിൽ കയറുന്നത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ. അതുവരെ നല്ല ശാന്തമായിട്ട് ഒഴുകിക്കൊണ്ടിരുന്നതാണ്. പെട്ടെന്ന് നല്ല സൈഡിലേക്ക് നന്നായിട്ട് ഇങ്ങനെ തിരയടിക്കുന്നത് പോലെ വരുന്നുണ്ടായിരുന്നു.
അതിപ്പോൾ ആർക്കെങ്കിലും അറിയാമെങ്കിൽ അതിനെപ്പറ്റി ഒന്ന് പറയണേ. ഇതേ നോക്കിക്കേ, ഇതുവരെ നല്ല ശാന്തമായിട്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ നല്ല സൗണ്ടിൽ ഇങ്ങനെ തിരയടിക്കുന്നത് പോലെ വന്നു. അപ്പോൾ ഇതിൻ്റെ റീസൺ എന്താണെന്ന് അറിയുന്നവർ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്ക് അറിയത്തില്ലാത്തതുകൊണ്ടാണ്, അതോ ഇങ്ങനെയാണോ എന്നും അതും എനിക്കറിയത്തില്ല. അപ്പോൾ ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. കുറേ പേരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ മുഹമ്മയിലേക്ക് എത്താറായിട്ടുണ്ട്. ഇത് കണ്ടോ, മുഹമ്മ ബോട്ട് ചിട്ടിയിലേക്ക് എത്താറായി. അപ്പോൾ ഈ സർവീസ് തിരിച്ച് ഉടനെ തന്നെ കുമരകത്തിന് പോകുവാണ്. 45 മിനിറ്റ് നേരം ഉള്ളൂല്ലോ, പെട്ടെന്ന് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാവുന്നതേ ഉള്ളൂ. അപ്പോൾ അവിടെയും കുറച്ച് ആൾക്കാർ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ മുഹമ്മ ബോട്ട് ചിട്ടിയിലേക്ക് വന്നിറങ്ങിയിട്ടുണ്ട്. ദേ അങ്ങ് കാണുന്നത് കണ്ടോ, അതാണ് പാതിരാമണൽ ഐലൻഡ്. അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോകാനായിട്ട് പ്ലാൻ ചെയ്തൊക്കെയാണ് വന്നത്. എന്തായാലും എല്ലാവർക്കും വിശക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അങ്ങോട്ട് പോകണോ വേണ്ടയോ, ലേറ്റ് ആവുമോ എന്നൊക്കെ ഓർത്ത് കുറച്ച് നേരം അവിടെ ഡൗട്ടൊക്കെ അടിച്ച് നിന്നു. എന്നാൽ പിന്നെ ഇവിടം വരെ വന്നതല്ലേ, അപ്പോൾ എന്തായാലും പോയിട്ട് പോകാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഈ ബോട്ട് ജെട്ടിയിലുള്ള കടയിൽ നിന്ന് കുറച്ച് വിശപ്പ് മാറാനുള്ള കപ്പ് കേക്കല്ല, വട്ടയപ്പവും പത്തിരി അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിച്ച് കഴിച്ചു. കുട്ടികൾക്കും കൊടുത്തു. അപ്പോൾ അവർക്ക് കുറച്ച് വിശപ്പ് കൂടുതലല്ലേ, അതുകൊണ്ട് അങ്ങനെ കഴിച്ച് വിശപ്പൊക്കെ മാറി. എന്തായാലും പാതിരാമണൽ വരെ പോയിട്ട് പോകാമെന്ന് ഓർത്ത് ഞങ്ങൾ നിൽക്കുവാണ്. അപ്പോൾ കേരള സർക്കാരിൻ്റെ സൗര 1 എന്ന സോളാറിൽ വർക്ക് ചെയ്യുന്ന ഈ ബോട്ടിലാട്ടോ ഞങ്ങൾ പാതിരാമണലിന് പോകുന്നത്. നല്ല അടിപൊളി ഒരു ബോട്ടാണ്. അതിൽ സ്റ്റാഫ് വളരെ കോപ്പറേറ്റീവ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ 16 പേരാണ്. 10 പേർക്ക് 1000 രൂപയും അഡീഷണലായിട്ട് എത്ര പേരുണ്ടോ അവർക്ക് ഓരോരുത്തർക്ക് വീതം 100 രൂപ വീതമാണ് ആകുന്നത്. അപ്പം ഞങ്ങൾ 16 പേരുണ്ടായിരുന്നു. ആ ബോട്ടിൽ മാക്സിമം കപ്പാസിറ്റി എന്ന് പറയുന്നത് 30 പേരാണ്. അപ്പം ഞങ്ങളെ കൂടാതെ കുറച്ച് പേരും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ ആ ബോട്ടിൽ. അങ്ങനെ ഞങ്ങൾ മുഹമ്മയിൽ നിന്ന് പാതിരാമണലിന് യാത്ര തിരിച്ചു. എല്ലാം പെട്ടെന്നായിരുന്നു കേട്ടോ, പാതിരാമണൽ പ്ലാനിങ്ങിൽ ഇല്ലായിരുന്നു. പെട്ടെന്നെടുത്തൊരു തീരുമാനം, ഇവിടം വരെ വന്നിട്ട് അവിടം വരെ പോകാതെ എങ്ങനെ അല്ലേ. അപ്പോഴേ ഞങ്ങൾ ആ പാതിരാമണൽ കാണുന്ന ആ ലൊക്കേഷനിലേക്ക് യാത്ര പോവുകയാണേ. അപ്പോൾ നമ്മളെ സൗര 1 ബോട്ട് പാതിരാമണലിൽ കൊണ്ട് എത്തിച്ചതിന് ശേഷം ഇവരൊരു സമയം പറയും. അപ്പോൾ ആ ഒരു സമയത്തിനുള്ളിൽ നമ്മൾ തിരിച്ച് ബോട്ടിൻ്റെ അടുത്തെത്തണം. അങ്ങനെയാണ്. അപ്പോഴേ ഞങ്ങൾ പാതിരാമണലിലേക്ക്. അപ്പോൾ പാതിരാമണൽ ഐലൻഡിലെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. പുതിയൊരു വീഡിയോയുമായി എത്രയും പെട്ടെന്ന് വരാം. ഫസ്റ്റ് പാർട്ട് കണ്ടിട്ടില്ലാത്തവർ ഓടിപ്പോയി കണ്ടോളൂ കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.